നമുക്കിപ്പോൾ ജിജിൻ ജയപാൽ ഉണ്ട്. 2019 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം പൊതുവിൽ എങ്ങനെയായിരുന്നു ജിജിൻ? മോദി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് അതായത് നാളെ വൈകുന്നേരം 3 മണിക്ക് തന്നെ കൊടിയേറ്റ് ആരംഭിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായാണ് 2019 തെരഞ്ഞെടുപ്പ്. ഇനി ഈ വർഷം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്ന ആകാംക്ഷ തന്നെയാണ് ബാക്കിയുള്ളത്. അത് എപ്പോൾ നടക്കും, ഏത് തീയതിയിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന ആകാംക്ഷ തന്നെയാണ് ബാക്കി. 2019 തെരഞ്ഞെടുപ്പ് നടന്നത് 7 ഘട്ടങ്ങളിലായാണ്. 7 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ 7 ഘട്ടങ്ങളിൽ നടന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, സിക്കിം, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് 7 ഘട്ടവും തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ എന്ന് തെരഞ്ഞെടുപ്പ് എന്നതാണ് ചോദ്യം. ഏപ്രിൽ 11, ഏപ്രിൽ 18, ഏപ്രിൽ 23, ഏപ്രിൽ 29, മെയ് 6, മെയ് 12, മെയ് 19 തുടങ്ങിയ തീയതികൾ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളം ബൂത്തിലെത്തിയത് ഏപ്രിൽ 23 തീയതിയാണ്. ഏപ്രിൽ 23 തീയതി, അതായത് 3ാം ഘട്ടമാണ് ഏപ്രിൽ 23 എന്ന് പറയുന്നത്. ഇത്തവണ ഏത് ഘട്ടമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ 3ാം ഘട്ടത്തിൽ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും പറയാനാകില്ല. ഏപ്രിൽ 23 തീയതി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മറ്റ് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം ഇപ്പോൾ തമിഴ്നാടിനോ കർണാടകത്തിനോടോ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ദിവസം തന്നെ കേരളത്തിൽ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് നടക്കില്ല. ആ ദിവസം കൂടി നോക്കിയിട്ട് ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊപ്പമായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 3ാം ഘട്ടമോ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തേക്കോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ റെഡിയാണ്. 543 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കാത്തിരിപ്പാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ കേരളം എന്ന് പോളിംഗ് ബൂത്തിൽ എത്തുമെന്നറിയാം.